ശരി, നമ്മുടെ ലാസ്റ്റ് ഓൺലൈൻ ക്ലാസ് എന്നായിരുന്നു? സമയം കളയരുത്. നമ്മുടെ ലാസ്റ്റ് ഓൺലൈൻ ക്ലാസ് എന്നായിരുന്നു? കഴിഞ്ഞ ഞായറാഴ്ച. ഓക്കെ, അന്ന് നമ്മൾ എന്തോ പഠിച്ചത്? വെക്റ്റർ പ്രോഡക്റ്റ്. വെക്റ്റർ പ്രോഡക്റ്റ് ഓഫ് ടു വെക്റ്റേഴ്സ്, അതിൻ്റെ തിയറിയും അതിൻ്റെ എക്സാമ്പിൾ ക്വസ്റ്റ്യനും പഠിച്ചു അല്ലേ? അതെ. അതുമായി ബന്ധപ്പെട്ട് അന്ന് എന്തോ ഒരു വർക്ക് തന്നായിരുന്നല്ലോ. 10.4 ഹോംവർക്ക്. 10.4 ക്വസ്റ്റ്യൻ നമ്പർ 3 ഒഴിച്ച് ബാക്കിയുള്ളത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാൻ പറഞ്ഞത് അല്ലേ? ശരി, നമുക്ക് ആദ്യം ആ ഹോംവർക്ക് ഒന്ന് വെരിഫൈ ചെയ്യാം. അപ്പോൾ പനയന്നാർകാവിലെ ക്ലാസ് നമ്പർ 1 ആരാണ്? സമയം കളയരുത്. പനയന്നാർകാവിലെ ക്ലാസ് നമ്പർ 1 ആരാണ്? അമാൻ. അമാനുണ്ടോ? ഇല്ല. 2 ഉണ്ടോ? ഉണ്ട് സർ. ഓക്കെ, കൃഷ്ണപ്രിയ ആദ്യത്തെ ചോദ്യം വായിച്ചാട്ടെ. ഫൈൻഡ് മോഡുലസ് ഓഫ് വെക്ടർ a cross b if vector a is equal to I minus 7j plus 7k cap and vector b is equal to 3i cap minus 2j cap plus 2k cap. അപ്പോൾ നമുക്ക് വെക്ടർ എ എന്നും വെക്ടർ ബി എന്നും പറയുന്ന രണ്ട് വെക്ടറുകൾ തന്നിരിക്കുന്നു. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ രണ്ട് വെക്ടറുകളുടെ ക്രോസ് പ്രോഡക്റ്റിന്റെ മോഡുലസ് കണ്ടുപിടിക്കണം അല്ലേ? അപ്പൊ ഞാൻ പറയുന്ന സ്റ്റെപ്പ് മാത്രം കൃഷ്ണപ്രിയ വായിച്ചാൽ മതി. വെക്ടർ എ ക്രോസ് വെക്ടർ ബി എങ്ങനെ കൃഷ്ണപ്രിയ കണ്ടുപിടിച്ചേ? ഡിറ്റർമിനന്റ് ഫോർമുല. പറഞ്ഞോ. ഡിറ്റർമിനന്റ് ഐ ക്യാപ്പ് ക്യാപ്പ് കെ ക്യാപ്പ് 1 minus 7 7 3 minus 2 2. ഓക്കെ, ശരി. ഇനി അത് എക്സ്പാൻഡ് ചെയ്തപ്പോ കിട്ടിയ ആൻസർ ഒന്ന് വായിച്ചേ. minus 19 j cap plus 19 k cap. മൈനസ് 19 ആണോ വരുന്നത്, പ്ലസ് 19 ആണോ വരുന്നത്? പ്ലസ് 19 സർ. ആണോ? പ്ലസ് 19 ജെ ക്യാപ്പ് പ്ലസ് 19 കെ ക്യാപ്പ് എന്നല്ലേ വരുന്നേ? ഓക്കെ, അതിന്റെ മോഡുലസ് എടുത്തപ്പോൾ എന്താ കിട്ടി? 19√2. 19√2 എന്ന് കിട്ടി. കൃഷ്ണപ്രിയ വായിച്ച ഒന്നാമത്തെ പ്രോബ്ലത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സമയം കളയരുത്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഡൗട്ട് ഇല്ല സർ. ഓക്കെ, മുള്ളിക്കുളങ്ങരയിലെ ക്ലാസ് നമ്പർ 1 ആരാണ്? അർജുൻ. അർജുനെ രണ്ടാമത്തെ ചോദ്യം വായിച്ചാട്ടെ. Find a unit vector perpendicular to each of the vectors vector a plus vector b and vector a minus vector b where vector a is equal to 3i plus 2j plus 2k and vector b is equal to I plus 2j minus 2k. എന്തോ അർജുന ചോദ്യത്തിന്റെ അർത്ഥം? Vector a plus b vector a minus b ക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു യൂണിറ്റ് വെക്ടർ ഉണ്ട്. ഓക്കെ, അതിനു വേണ്ടി ആദ്യം വെക്ടർ എയും തന്നിട്ടുണ്ട്, വെക്ടർ ബിയും തന്നിട്ടുണ്ട്. നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇവരുടെ രണ്ടുപേരുടെയും കൂടിയുള്ള സമ്മായ വെക്ടർ എ പ്ലസ് വെക്ടർ ബിക്കും ഡിഫറൻസ് ആയ വെക്ടർ എ മൈനസ് വെക്ടർ ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഒരു യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുവേണ്ടി അർജുൻ ആദ്യം എന്ത് കണ്ടുപിടിച്ചു? വെക്ടർ എ പ്ലസ് ബി കണ്ടുപിടിച്ചു. വെക്ടർ എ പ്ലസ് വെക്ടർ ബി കണ്ടുപിടിച്ചു. അതിന്റെ ആൻസർ ഒന്ന് വായിച്ചേ. 4i plus 4j plus 0k cap. 4i cap plus 4j cap plus 0 k cap. ഓക്കെ, ശരി. അതിനുശേഷം അവർ രണ്ടുപേരുടെയും കൂടിയുള്ള ഡിഫറൻസ് ആയ വെക്ടർ എ മൈനസ് വെക്ടർ ബി കണ്ടുപിടിച്ചു. അതെന്ത് കിട്ടിയ ആൻസർ? 2i cap plus 0j cap plus 4k cap. 2i cap plus 0j cap plus 4k cap. ഓക്കെ, ഇനി അടുത്തത് എന്തോ അർജുൻ കണ്ടുപിടിച്ചത്? ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിച്ചു. ഇവരുടെ രണ്ടുപേരുടെയും കൂടിയുള്ള ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിച്ചു. അതായത് വെക്ടർ എ പ്ലസ് വെക്ടർ ബി ക്രോസ് വെക്ടർ എ മൈനസ് വെക്ടർ ബി കണ്ടുപിടിച്ചു. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്ന് മാത്രം വായിച്ചേ. ഡിറ്റർമിനന്റ്
ഡിറ്റർമിനന്റ് ഐ ക്യാപ്പ് ജെ ക്യാപ്പ് കെ ക്യാപ്പ് 440 304 ഓക്കെ, അത് എക്സ്പാൻഡ് ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ വായിച്ചേ. 16 ഐ ക്യാപ്പ് -16 ജെ ക്യാപ്പ് -8 ക്യാപ്പ് 8 കെ ക്യാപ്പ്. ഓക്കെ, അടുത്തത് ഇനി എന്തോ കണ്ടുപിടിച്ചു അർജുൻ? അതിന്റെ മോഡുലസ് കണ്ടുപിടിച്ചു. അതിന്റെ മോഡുലസ് കണ്ടുപിടിച്ചു. അപ്പൊ ഇപ്പൊ പറഞ്ഞതിന്റെ മോഡുലസ് കണ്ടുപിടിക്കുമ്പോൾ എന്തോ കിട്ടും ആൻസർ? 24. 24 എന്ന് വരുന്നു. ഇനി യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി ആൻഡ് വെക്റ്റർ എ മൈനസ് വെക്റ്റർ ബി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ആദ്യം വെക്ടർ ന്യൂമറേറ്ററിലും അതിന്റെ മോഡുലസ് ഡിനോമിനേറ്ററിലും. അപ്പൊ എന്ത് കിട്ടി? 2/3 ഐ ക്യാപ്പ് -2/3 ജെ ക്യാപ്പ് -1/3 കെ ക്യാപ്പ്. 2/3 ഐ ക്യാപ്പ് -2/3 ജെ ക്യാപ്പ് -1/3 കെ ക്യാപ്പ്. ഇതാണോ രണ്ടാമത്തെ ആൻസർ എല്ലാവർക്കും കിട്ടിയത്? ഓക്കെ, മുള്ളിക്കുളങ്ങര പനയന്നാർ കാവിലെ ക്ലാസ് നമ്പർ, ഇപ്പൊ കൃഷ്ണപ്രിയക്ക് ശേഷം അടുത്ത നമ്പർ ആരാ? ക്ലാസ് നമ്പർ 3. ആരാ ക്ലാസ് നമ്പർ 3? പനയന്നാർ കാവിലെ ക്ലാസ് നമ്പർ 3 ആരാണ്? ഗ്രീഷ്മയാണ് അല്ലേ? അപ്പൊ ഗ്രീഷ്മ മൂന്നാമത്തെ ചോദ്യം ചെയ്യേണ്ടെന്ന് പറഞ്ഞു. നാലാമത്തെ ചോദ്യം വായിച്ചാട്ടെ. സാർ ഞാൻ ചെയ്തില്ല. ഹോംവർക്ക് ഒന്നും തന്നെ ചെയ്തില്ല ഇല്ല. അല്ലേ? ഓക്കെ. ക്ലാസ് നമ്പർ 4 ആരാണ്? പനയന്നാർ കാവിലെ ക്ലാസ് നമ്പർ 4 ആരാണ്? നൈഷാന ഉണ്ടോ? നൈഷാന ക്ലാസ്സിലുണ്ടോ? ഇല്ല. 5 സാർ ആരാ? ദേവിക. ദേവിക ഹോംവർക്ക് ചെയ്തായിരുന്നോ? ഇല്ല സാർ. നല്ല കാര്യം. 6 സാർ മുഹമ്മദ് ബിലാൽ സാദിഖ്. നാലാമത്തെ ആൻസർ വായിച്ചാട്ടെ. ഷോ ദാറ്റ് വെക്ടർ എ മൈനസ് ബി ഇൻറ്റു വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഈക്വൽ 2 ഇൻറ്റു വെക്ടർ എ ഇൻറ്റു ബി. ഓക്കെ, അപ്പൊ എന്റെ ആദ്യത്തെ ചോദ്യം, ആ പ്രോബ്ലത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സമയം കളയരുത്. ഒന്നുകിൽ ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ ഇല്ല. ഡൗട്ട് ഇല്ലെങ്കിൽ ബിലാലിനെ കൊണ്ട് ആൻസർ വായിപ്പിക്കാം. നമുക്ക് അടുത്ത കണക്കിലേക്ക് പോകാം. ആർക്കെങ്കിലും ആ പ്രോബ്ലത്തിൽ ഡൗട്ട് ഉണ്ടോ? സാർ എനിക്ക് ഡൗട്ട് ഉണ്ട്. ബിലാലിന് തന്നെ ഡൗട്ട് ഉണ്ട് ചോദ്യത്തിന്, അതിലല്ലേ? ഓക്കെ, ചോദ്യം വായിച്ചാട്ടെ ബിലാലെ. ഷോ ദാറ്റ് വെക്ടർ എ മൈനസ് വെക്ടർ ബി ഇൻറ്റു വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഈക്വൽ 2 ഇൻറ്റു വെക്ടർ എ ഇൻറ്റു വെക്ടർ ബി. അപ്പൊ വെക്ടർ എ മൈനസ് വെക്ടർ ബി ഇൻറ്റു അല്ലത് ക്രോസ് ക്രോസ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഈക്വൽ 2 ഇൻറ്റു വെക്ടർ എ ക്രോസ് വെക്ടർ ബി. വെക്ടർ എ ക്രോസ് വെക്ടർ ബി എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോ ചെയ്യാത്തവരും ഡൗട്ട് ഉള്ളവരും ചെയ്യേണ്ടത് ആദ്യം ഇതിന്റെ LHS മാത്രം അങ്ങോട്ട് എടുത്തെഴുതുക. ആരെ മാത്രം എടുത്തെഴുതുക? LHS മാത്രം എടുത്തെഴുതുക. എഴുതിയവർ സ്റ്റെപ്പ് കറക്റ്റ് ആണോ നോക്കിയാൽ മതി. എഴുതാത്തവർ മാത്രം എഴുതുക. ഡൗട്ട് ഉള്ളവരും എഴുതുക. എഴുതിയോ? എഴുതി സാർ. നമ്മൾ സാധാരണ ബ്രാക്കറ്റ് ഗുണിക്കുന്നത് പോലെ തന്നെ ഗുണിക്കുക. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ എന്താണെന്നേ ഉള്ളൂ അതിന് പകരം കിടക്കുന്ന ചിഹ്നം എന്തോ? ക്രോസ്. അപ്പൊ നമ്മൾ സാധാരണ ഗുണിക്കുന്ന പോലെ ഗുണിക്കുക. അപ്പൊ പറഞ്ഞാട്ടെ, ആദ്യം വെക്ടർ എ ക്രോസ് വെക്ടർ എ. അടുത്തത് പറഞ്ഞോ, ശരിയാ? പ്ലസ് വെക്ടർ എ ക്രോസ് വെക്ടർ ബി. വെക്ടർ എ ക്രോസ് വെക്ടർ ബി മൈനസ് വെക്ടർ ബി ക്രോസ് വെക്ടർ എ. വെക്ടർ ബി ക്രോസ് വെക്ടർ എ മൈനസ് വെക്ടർ ബി ക്രോസ് വെക്ടർ ബി. വെക്ടർ ബി ക്രോസ് വെക്ടർ ബി. ഈ സ്റ്റെപ്പിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല.
വാട്ട് ഈസ് വെക്ടർ എ ക്രോസ് വെക്ടർ എ? 0. 0. അപ്പൊ അതിന്റെ വില 0 ആണ്. മകളെ ഒരു സെക്കൻഡ്. സാറേ പറഞ്ഞോളൂ സാറേ. ആ ആ അല്ല പറഞ്ഞോ സാറേ. അപ്പം അങ്ങനെ ഞാൻ 4 തൊട്ട് വെക്കാൻ കുഴപ്പമില്ല. ശരി. അപ്പോൾ സാർ അങ്ങനെ എൻ്റെ തൊട്ട് ഞാനപ്പം 4 മണിക്ക് ശേഷം എന്നുള്ള രീതി സെറ്റ് ചെയ്യാം. ഓക്കെ സാർ. ഹലോ ഹലോ Sir. ഓക്കെ. നമ്മുടെ ഷിബു സാറെ ടൈം ടേബിളിന്റെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് സാറ് വിളിച്ചത്. ഓക്കെ. അപ്പോൾ വാട്ട് ഈസ് വെക്ടർ എ ക്രോസ് വെക്ടർ എ? 0. പ്ലസ് വെക്ടർ എ ക്രോസ് വെക്ടർ ബി മൈനസ് ഈ ക്രോസ് പ്രോഡക്റ്റ് കമ്മ്യൂട്ടേറ്റീവ് ആണോ? അല്ല. എന്താ പ്രശ്നം? നെഗറ്റീവ് വരും. ഓർഡർ മാറുമ്പോൾ ഒരു നെഗറ്റീവും കൂടെ വരും. അപ്പൊ ഇതിനെ നമുക്ക് മൈനസ് ഓഫ് എന്തെന്നെഴുതാം? എ ക്രോസ് ബി എന്ന്. കണ്ടോ, ഓർഡർ മാറുമ്പോൾ ഒരു മൈനസും കൂടെ വരും. ശരിയാണോ? ആണോ ബിലാലെ? ആണ് സാർ. ഓക്കെ. അപ്പൊ ലാസ്റ്റിലത്തേത് മൈനസ് വെക്ടർ ബി ക്രോസ് വെക്ടർ ബി 0. അപ്പോ വെക്ടർ എ ക്രോസ് വെക്ടർ ബി ഈ 2 മൈനസോടെ ചേരുമ്പോൾ എന്താകും? പ്ലസ് വെക്ടർ എ ക്രോസ് വെക്ടർ ബി. ഓക്കെ ആണോ? ഓക്കെ ആണ് സാർ. ഒരേ ക്വാണ്ടിറ്റിയെ തന്നെ 2 പ്രാവശ്യം കൂട്ടണം. ഉത്തരം 2.
2 ഇൻറ്റു വെക്റ്റർ എ ക്രോസ് വെക്റ്റർ ബി. ഇതല്ലേ പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കുന്നേ? അതെ. ഓക്കെ, വായിച്ചു നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിലും ഡൗട്ട് ഇല്ലെങ്കിലും പറയണം. വായിച്ചു നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിലും പറയണം, ഡൗട്ട് ഇല്ലെങ്കിലും പറയണം. വായിച്ചു നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിലും പറയണം, ഡൗട്ട് ഇല്ലെങ്കിലും പറയണം. ഡൗട്ട് ഇല്ല. ഡൗട്ട് ഇല്ല സാർ. ഓക്കെ, കുറച്ച് പേരെങ്കിലും പ്രതികരിച്ചതിൽ സന്തോഷമുണ്ട്. അടുത്തത് മുള്ളിക്കുളങ്ങരയിൽ അർജുൻ മാത്രമല്ലേ വായിച്ചുള്ളൂ? ആണ് സർ. അർജുൻ കഴിഞ്ഞാൽ അടുത്ത നമ്പർ ആരുടേതാണ്? രണ്ടാമത്തെ. ക്ലാസ് നമ്പർ 2 ആരാ? സാർ ആര്യ. ആര്യ, ക്വസ്റ്റ്യൻ നമ്പർ 5 ചെയ്തോ? ചെയ്തു സാർ. ഓക്കെ, അപ്പൊ ആദ്യം ചോദ്യം വായിച്ചാട്ടെ. Find lambda and mu if 2i cap plus 6j cap plus 27k cap cross I cap plus lambda j cap plus mu k cap equals 0 vector. അല്ല വെക്ടർ സർ. ഓക്കെ, എന്തോ ആര്യ ചോദ്യത്തിന്റെ അർത്ഥം? ഇതിനകത്ത് രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. അതൊരു ഇക്വേഷൻ തന്നിട്ട് അതിന്റെ ലാംഡയും മ്യൂവും കണ്ടുപിടിക്കാൻ. അതായത് നമുക്ക് രണ്ട് വെക്ടറുകളെ അതിന്റെ കമ്പോണന്റ് ഫോമിൽ തന്നിരിക്കുന്നു. അതിലെ രണ്ടാമത്തെ വെക്ടറിനകത്തിൽ ജെയുടെ കമ്പോണന്റ് ആയിട്ടൊരു ലാംഡയും കെയുടെ കമ്പോണന്റ് ആയിട്ട് മ്യൂ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ചോദ്യത്തിലൊരു കണ്ടീഷൻ പറയുന്നുണ്ട്. ഇവരുടെ രണ്ടുപേരുടെയും കൂടിയുള്ള ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഉത്തരം എന്തു വരും? 0 വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനാണെങ്കിൽ നമ്മൾ ലാംഡയുടെയും മ്യൂവിൻ്റെയും വില കണ്ടുപിടിക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ ചോദ്യം. ഈ അഞ്ചാമത്തെ പ്രോബ്ലത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അഞ്ചാമത്തെ പ്രോബ്ലത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ട് സർ. ഉണ്ട്. ഡൗട്ട് ഉണ്ട്. ഉണ്ട്. ഓക്കെ, ശരി. അപ്പൊ നമ്മുടെ ചോദ്യത്തിലെ കണ്ടീഷൻ അങ്ങോട്ട് എടുത്ത് എഴുതുന്നു. എന്തുവാ കണ്ടീഷൻ? 2i cap പ്ലസ് 6j cap plus 27k cap 27k cap cross I cap plus lambda j cap plus mu k cap is equal to വെക്ടർ 0 എന്ന് പറഞ്ഞിട്ടില്ലേ? കണ്ടീഷൻ ഇത് നമ്മൾ അങ്ങോട്ട് എടുത്തല്ലേ. ഓക്കെ, ഇനി രണ്ട് വെക്ടറിന്റെ ക്രോസ് പ്രോഡക്റ്റ് എങ്ങനെ ആര്യ കണ്ടുപിടിക്കുന്നേ? ഐയും ജെയും കെയും സെപ്പറേറ്റ് ആയിട്ട് ഡിറ്റർമിനന്റ് i ക്യാപ്പ് j ക്യാപ്പ് k ക്യാപ്പ് പിന്നെ 2 6 27 1 ലാംഡ മ്യൂ. ഇതിന്റെ വില എന്താണെന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്? 0 ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ശരി. ഇരിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇതിനെ ഡിറ്റർമിനന്റ് ഫോമിൽ എക്സ്പാൻഡ് ചെയ്യാൻ പോവാം. അപ്പൊ നമ്മൾ ഇതിന്റെ ഫസ്റ്റ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യുക. പറഞ്ഞാട്ട് ആൻസർ I cap into 6 mu minus 27 lambda 6 27 mu ലാംഡ മ്യൂ. ഇങ്ങനെയല്ലേ വരുന്നേ? മൈനസ് ആണ് സർ. മൈനസ് ജെ ക്യാപ്പ് ഇൻറ്റു 2 1 അല്ല 2 27 1 മ്യൂ പ്ലസ് k cap into 2 6
1 lambda ഈസ് ഈക്വൽ ടു equals 0. ഓക്കെ. അപ്പൊ ദിസ് ഈസ് ഈക്വൽ ടു ഐ ക്യാപ്പ് ഇൻറ്റു ഇതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 6 അത് ഓപ്പോസിറ്റ് സൈഡ്. 6 mu 6 മൈനസ് mu minus 27 lambda minus j cap into 2 mu minus 27 plus k cap into 2 lambda minus 6 equals 0. ഈക്വൽ ടു 0 വെക്ടർ എന്ന അല്ലേ? ഓക്കെ. ആണ് അപ്പൊ വാട്ട് ഡു യു മീൻ ബൈ 0 വെക്ടർ? 0 I cap plus നമുക്ക് 0 ഐ plus ക്യാപ്പ് 0 പ്ലസ് k cap. 0 ജെ ക്യാപ്പ് പ്ലസ് 0 കെ ക്യാപ്പ് എന്ന് എഴുതാം. ശരിയാണോ? ആണ് സർ. ഓക്കെ. അപ്പൊ നമ്മൾ ഈ പാഠത്തിന്റെ തുടക്കത്തിൽ പഠിച്ചിട്ടുണ്ട്, ഇവിടെ ഇടതുവശത്തൊരു വെക്ടർ കമ്പോണന്റ് ഫോമിൽ കിടപ്പുണ്ട്, വലതുവശത്തും ഒരു വെക്ടർ അതിന്റെ കമ്പോണന്റ് ഫോമിൽ കിടപ്പുണ്ട്. എപ്പോഴാണ് രണ്ട് വെക്ടറുകൾ ഈക്വൽ ആണെന്ന് നമ്മൾ പറയുന്നത്? അതിന്റെ രണ്ട് സൈഡ്സും അതിന്റെ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത്. അപ്പോ 6 mu മൈനസ് 27 ലാംഡയുടെ വില എന്ത് വരണം? 0. 0 വരണം. അടുത്തേ പിന്നെ 2 mu minus 27 equals 0. 2 mu minus 27 equals 0. 2 lambda minus 6 equals 0. ഓക്കെ. നമ്മൾ ഈ അവസാനത്തെ ഇക്വേഷൻ സോൾവ് ചെയ്താൽ 2 ലാംഡ ഈക്വൽ 6. അപ്പൊ Lambda equals 3. 6/2 6 ലാംഡ by 2, ഈക്വൽ 3 എന്ന് കിട്ടും. ഓക്കെ ആണോ? അപ്പൊ രണ്ടാമത്തെ ഇക്വേഷൻ സോൾവ് ചെയ്താൽ 2 mu ഈക്വൽ 27. അപ്പൊ mu ഈക്വൽ mu is equal to 27/2. 27/2 ആണോ? 2. ഇത് രണ്ടും കൂടെ നമുക്ക് ആദ്യത്തെ ഇക്വേഷനെ കൊടുത്തു നോക്കുമ്പോൾ ശരിയാണെങ്കിൽ അല്ലേ കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ 6 ഇൻറ്റു 27/2 minus 27 into 3 ഈക്വൽ 0 എഴുതുന്നത് ശരിയാണോ നമുക്ക് നോക്കാം. equal 6ഉം 2 കൂടെ വെട്ടിയാൽ 3. അപ്പൊ 3 ഇൻറ്റു 27 മൈനസ് 27 ഇൻറ്റു 3. ആൻസർ 0 അങ്ങനല്ലേ ആദ്യത്തെ കണ്ടീഷൻ പറഞ്ഞേക്കുന്നേ? ആണ്. അപ്പൊ ലാംഡയുടെ വില എത്ര ആണ്? ലാംഡയുടെ വില എത്ര? 3. ലാംഡയുടെ വില 3, മ്യൂവിന്റെ വില 27/2. ഓക്കെ, ശരി. ഇപ്പോ ഡൗട്ട് മാറിയോ ബിലാലെ? ഓക്കെ, വായിച്ചു നോക്കുക. മനസ്സിലാകുന്നവർക്ക് എഴുതാം, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ബിലാലിന്റെ ഡൗട്ട് മാറിയോ? ഓക്കെ, ഞാൻ ഒരു പയ്യന് ഒരു ക്വസ്റ്റ്യൻ ഒന്ന് കൊടുത്തിട്ട് പോലെ നിങ്ങൾ എഴുതുക.
ഓക്കെ, അപ്പോൾ അഞ്ചാമത്തെ പ്രോബ്ലം എല്ലാവരും എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞു സർ. ഓക്കെ, അപ്പോൾ ഇനി ആറാമത്തെ ചോദ്യം. പനയന്നാർകാവിൽ ആരാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചത്? മുഹമ്മദ് ബിലാൽ സാദിഖല്ലേ? അതെ അതെ. ഓക്കെ, മുഹമ്മദ് ബിലാൽ സാദിഖ് കഴിഞ്ഞാൽ അടുത്ത നമ്പർ ആരാണ് പനയന്നാർകാവിൽ? 7. 7 ആരാ? 7 ആരാണ്? ഷാലു. ശാലു ഉണ്ടോ? പലരും മിണ്ടാതിരിക്കുന്നതിന്റെ ഒരു കാരണം ഹോംവർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. കുഴപ്പമില്ല. 8 ബിലാല്. ബിലാല് വായിക്കേണ്ട ചോദ്യം ആറാമത്തെ ചോദ്യമാണ്. വായിച്ചാട്ടെ. സാറേ ഞാൻ വീട്ടിലില്ല, ബുക്ക് എടുത്തില്ല. എവിടെ ഇരിക്കുക? ഞാൻ മൂത്തുമ്മയുടെ വീട്ടിലിരിക്കുക. ബിലാല് കഴിഞ്ഞാൽ അടുത്ത നമ്പർ ആരുടേതാ? ധനുഷ്. ധനുഷ് സാർ ആണോ ചോദ്യം ചെയ്തായിരുന്നോ? വായിച്ചാട്ടെ ചോദ്യം. Given that vector A dot vector B is equal to 0 and vector A cross vector B is equal to 0, what can you conclude about the vector? Both the vectors, vector A and vector B. അപ്പോൾ വെക്ടർ എ എന്നും വെക്ടർ ബി എന്നും പറയുന്ന രണ്ട് വെക്ടറുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റും 0 അതിൻ്റെ ക്രോസ് പ്രോഡക്റ്റും എന്താണ്? 0 അങ്ങനെയാണെങ്കിൽ ആ രണ്ട് വെക്ടറുകളെ കുറിച്ച് നിങ്ങൾ എന്തു പറയുന്നു എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ധനുഷ് എങ്ങനെയാണ് ഉത്തരം എഴുതിയത്? ധനുഷേ, എങ്ങനെയാണ് ധനുഷ് അതിന്റെ ഉത്തരം എഴുതിയത്? വെക്ടർ എയും 0 വെക്ടർ ബിയും 0. അപ്പോൾ വിശദമായിട്ട് എഴുതേണ്ട സ്റ്റെപ്പ് ഇങ്ങനെയാണ്. വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഈക്വൽ 0 അല്ലേ എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലോ. അങ്ങനെ രണ്ട് വെക്ടറുകളുടെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആണെങ്കിൽ ഒന്നുകിൽ വെക്ടർ എ 0 ആയിരിക്കും, വെക്ടർ ബി 0 ആയിരിക്കും. അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. ആർക്കെങ്കിലും പറയാമോ? രണ്ട് വെക്ടറുകളുടെ ഡോട്ട് പ്രോഡക്റ്റ് 0 വന്നാൽ മറ്റൊരർത്ഥം കൂടി അതിനുണ്ട്. ആർക്കെങ്കിലും പറയാമോ? ഇവര് രണ്ടുപേരും പെർപെൻഡിക്കുലർ ആകാം അല്ലേ? വെക്ടർ എ പെർപെൻഡിക്കുലർ വെക്ടർ ബി. ഓക്കെ, ധനുഷ രണ്ടാമത്തെ കണ്ടീഷൻ എന്തോ പറയുന്നേ? വെക്ടർ എ ക്രോസ് വെക്ടർ ബി = 0. അങ്ങനെ വന്നാൽ ഒന്നുകിൽ വെക്ടർ എ എന്താകാം? 0. അല്ലെങ്കിൽ വെക്ടർ ബി എന്താകാം? 0. അല്ലെങ്കിൽ മറ്റൊരു കണ്ടീഷൻ ഉണ്ട്. ആർക്കെങ്കിലും പറയാമോ? ഈ രണ്ട് വെക്ടറുകളും പാരലൽ ആകാം. വെക്ടർ എ പാരലൽ വെക്ടർ ബി. പക്ഷെ ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ രണ്ടുപേരും എന്താണ്? വെക്ടർ എ ഡോട്ട് വെക്ടർ ബിയും 0 ആൻഡ് വെക്ടർ എ ക്രോസ് വെക്ടർ ബിയും എന്താണ്? 0. അങ്ങനെ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് സംഭവിക്കണമെങ്കിൽ വെക്ടർ എയും വെക്ടർ ബിയും എന്താകണം നിങ്ങളുടെ അഭിപ്രായത്തിൽ? ഡോട്ട് പ്രോഡക്റ്റ് മാത്രമേ 0 ഉള്ളൂ എങ്കിൽ അവർ പെർപെൻഡിക്കുലർ ആണെന്ന് പറയാമായിരുന്നു. ക്രോസ് പ്രോഡക്റ്റ് ആണ് 0 വന്നതെങ്കിൽ നമുക്ക് പറയാമായിരുന്നു അവർ പാരലൽ ആണെന്ന്. പക്ഷെ ഇവിടെ ഇപ്പോൾ പറയുന്നു രണ്ടുപേരുടെയും കൂടിയുള്ള ഡോട്ട് പ്രോഡക്റ്റും 0 ക്രോസ് പ്രോഡക്റ്റും 0 അപ്പൊ ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നിങ്ങൾ എന്ത് പറയും? മോഡുലസ് 0 അല്ല. അപ്പൊ നമുക്കിവിടെ കൺക്ലൂഷൻ പറയാൻ പറ്റുന്നത് ഒന്നുകിൽ വെക്ടർ എ എന്തായിരിക്കും? എന്തായിരിക്കും? 0. അല്ലെങ്കിൽ വെക്ടർ ബി എന്തായിരിക്കും? 0. ഇതാണ് നമുക്ക് കൺക്ലൂഷൻ ആയിട്ട് പറയാൻ പറ്റത്തുള്ളൂ. ഇത് രണ്ടെണ്ണം എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഇത് രണ്ടെണ്ണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പറയാൻ പറ്റത്തില്ല.
ഈ ക്ലാസ് കഴിഞ്ഞിട്ട് എടുത്തുതരാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എവിടെ കിട്ടിയ എല്ലാവർക്കും? ഇതിൻ്റെ ആൻസർ എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി. ശരി. ആരെങ്കിലും എഴുതിയെടുക്കാനുണ്ടോ? ഇല്ല. മുള്ളിക്കുളങ്ങരയിൽ ഇപ്പം ലാസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചാരായിരുന്നു? സാർ ആര്യ. ആര്യായിരുന്നു. ആര്യ കഴിഞ്ഞാൽ അടുത്ത നമ്പർ ആരുടേതാണ്? ക്ലാസ് നമ്പർ 3. ഹരികൃഷ്ണനാണെന്ന് തോന്നുന്നു. ഹരികൃഷ്ണൻ ഇല്ല. അടുത്തത് 4. സാർ ആ, എഴുതിയായിരുന്നോ 7ാമത്തെ ചോദ്യം? ഇല്ല. നല്ല കാര്യം. നവനീത് കഴിഞ്ഞാൽ അടുത്ത ആരാ നമ്പര്? ഋഷിയേഷ്. ഋഷികേശ് ഉണ്ടോ? ഇല്ല. ഋഷികേശ് കഴിഞ്ഞാൽ അടുത്ത നമ്പർ ആരുടെയാ? സാർ സമൃദ്ധ. ആ, സമൃദ്ധ 7ാമത്തെ ചോദ്യം ചെയ്തായിരുന്നോ? ചെയ്തു സാർ. ആ, ആൻസർ ക്വസ്റ്റ്യൻ വായിച്ചാട്ടെ. Let the vectors vector A, vector B, vector C given as A1 I cap plus A2 J cap plus A3 K cap, comma vector B1 I cap plus B2 J cap plus B3 K cap, C1 I cap plus C2 J cap plus C3 K cap. Then show that vector A into vector B plus vector C, vector A cross vector B plus vector C is equal to vector A cross vector B plus vector A cross vector C. നമുക്ക് ആദ്യം ഈ പ്രോബ്ലത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? 7ാമത്തെ പ്രോബ്ലത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ട് സർ. ഉണ്ട്. ശരി. അപ്പോൾ നമുക്ക് എഴുതാം, ആൻസർ എഴുതാം. ആദ്യം നമുക്ക് 3 വെക്ടറുകളാണ് ക്വസ്റ്റ്യൻ അത് തന്നേക്കുന്നത് അല്ലേ? ഏതൊക്കെയാണ് 3 വെക്ടറുകൾ? Vector A, vector B, vector C. അപ്പോൾ ആദ്യം അവരെ അങ്ങോട്ട് എടുത്ത് എഴുതിക്കേ. വെക്ടർ എ ഈക്വൽ A1 I ക്യാപ്പ് പ്ലസ് A2 J ക്യാപ്പ് പ്ലസ് A3 K ക്യാപ്പ്. വെക്ടർ ബി ഈക്വൽ B1 I cap plus B2 J cap plus B3 K cap. B3 K ക്യാപ്പ്. ഓക്കെ. അടുത്തത് Vector C is equal to C1 I cap plus C2 J cap plus C3 K cap. ഓക്കെ. അത്രയും എല്ലാവരും എഴുതിയോ? ഓക്കെ. പിന്നെ നമ്മളോട് ഒരു സംഗതി പ്രൂവ് ചെയ്യാനാ പറഞ്ഞേക്കുന്നത്. ആ പ്രൂവ് ദാറ്റിന്റെ LHS എന്താണ്? Vector A cross vector B plus vector C. അപ്പൊ നമുക്ക് ആദ്യം ആ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന വെക്ടർ ബി പ്ലസ് വെക്ടർ സി എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. കണ്ടുപിടിക്കാം. വാട്ട് ഈസ് വെക്ടർ ബി? B1 I cap plus B2 J cap plus B3 K cap. B1 I cap plus B2 J cap plus B3 K cap plus what is vector C? C1 I cap plus C2 J cap plus C3 K cap. എഴുതാത്തവർ എൻ്റെ കൂടെ എഴുതിക്കോണം. ഓക്കെ. ഈ 2 വെക്ടറുകൾ തമ്മിൽ എങ്ങനെയാ സമൃദ്ധി ആഡ് ചെയ്യുന്നത്? The corresponding B1 plus C1 I cap into B1 plus B. C1 into I cap Plus B2 plus C2 J cap C2 into J cap plus B3 plus C3 K cap into K cap. C3 into K cap. ഓക്കെ. അപ്പോൾ ബ്രാക്കറ്റിനകത്തുള്ള ആളായി. ഇതും ആരുമായിട്ടുള്ള ക്രോസ് എടുക്കണം? വെക്ടർ A ആയിട്ടുള്ള. അപ്പോൾ വെക്ടർ A ക്രോസ് വെക്ടർ B പ്ലസ് വെക്ടർ C. അപ്പോൾ അതെങ്ങനെ സമൃദ്ധി കണ്ടുപിടിക്കുന്നത്? ഡിറ്റർമിനന്റ് I cap J cap K cap. I ക്യാപ്പ് J ക്യാപ്പ് K ക്യാപ്പ്. I ക്യാപ്പിൻ്റെ അവിടെ A1 പിന്നെ എന്തുവാ B1 അല്ല A1 I ക്യാപ്പിൻ്റെ അവിടെ പിന്നെ A2 J ക്യാപ്പിൻ്റെ അവിടെ A3 K ക്യാപ്പിൻ്റെ അവിടെ. വീണ്ടും I ക്യാപ്പിൻ്റെ അവിടെ B1 പ്ലസ് C1 പിന്നെ അടുത്തത് B2 പ്ലസ് C2 പിന്നെ B3 പ്ലസ് C3.
ഇവിടം വരെ എല്ലാവർക്കും പിടികിട്ടിയോ? ഓക്കെ, ഇനി പറഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കണം. നമുക്ക് ഈ വർഷം ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തിൽ നിന്ന് ഒരു പോർഷൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞായിരുന്നു. ഏതാണെന്നറിയാമോ? ഓർമ്മയില്ല. പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ്. ഇതാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനന്റ്. അവിടെ പറയുന്നൊരു പ്രോപ്പർട്ടി ഇങ്ങനെയാണ്. ഇപ്പം ഇതുകൊണ്ട് ഈ തന്നിരിക്കുന്ന ഡിറ്റർമിനൻറ്റിലെ മൂന്നാമത്തെ റോ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ എല്ലാ എലമെൻറ്റുകളും രണ്ട് എലമെൻറ്റുകളുടെ സമ്മാണ്. ശരിയാണോ? എല്ലാ എലമെൻറ്റുകളും രണ്ട് എലമെൻറ്റുകളുടെ സമ്മാണ്. ശരിയാണോ? ആണോ? ആണ് സർ. അങ്ങനാണെങ്കിൽ നമുക്ക് വേണ്ട ഈ ഡിറ്റർമിനന്റിനെ രണ്ട് ഡിറ്റർമിനന്റിന്റെ സമ്മായിട്ട് എഴുതാം. ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ്, A1 A2 A3 B1 B2 B3 പ്ലസ് ഡിറ്റർമിനന്റ് ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ്, A1 A2 A3 C1 C2 C3. നിങ്ങൾ നോക്കിക്കേ, രണ്ട് ഡിറ്റർമിനന്റിലും ഫസ്റ്റ് റോയും സെക്കൻഡ് റോയിലും വല്ല വ്യത്യാസമുണ്ടോ? ഇല്ല സർ. ഇല്ല. എവിടെ മാത്രമാ വ്യത്യാസമുള്ളത്? തേർഡ് റോയില്. ആ തേർഡ് റോയിലെ രണ്ട് എലമെന്റുകളുടെ വീതം സമ്മായി കിടന്നിരുന്ന എലമെന്റുകളെ നമ്മൾ രണ്ട് ഡിറ്റർമിനന്റിലാക്കി എഴുതി. ഇത്രയും പിടി കിട്ടിയോ? മനസ്സിലായി സർ. ഇത് എന്തിന്റെ പ്രോപ്പർട്ടിയാണ്? ഡിറ്റർമിനന്റിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. പക്ഷെ ഇപ്പൊ നമുക്ക് എന്ത് പഠിക്കാനില്ല? പ്രോപ്പർട്ടി പഠിക്കാനില്ല. ഈ ആദ്യത്തെ ഡിറ്റർമിനന്റ് കണ്ടിട്ട് നിങ്ങൾക്ക് വല്ല പരിചയം തോന്നുന്നുണ്ടോ നോക്കിക്കേ. ആദ്യത്തെ ഡിറ്റർമിനന്റ് കണ്ടിട്ട് ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ്, A1 A2 A3 B1 B2 B3 കണ്ടിട്ട് വല്ല പരിചയം ഉണ്ടോ നോക്കിക്കേ. വെക്ടർ എ ക്രോസ് വെക്ടർ ബി. ഇത് വെക്ടർ എ ക്രോസ് വെക്ടർ ബി പ്ലസ് ഈ രണ്ടാമത്തെ ആളോ വെക്ടർ എ ക്രോസ് വെക്ടർ സി. ഓക്കെ, ഇതല്ലേ പ്രൂവ് ചെയ്യണ്ടേ? അതെ സർ. ഇതിന്റെ സൈഡ് നിങ്ങൾ എഴുതിയിട്ടോണം പ്രോപ്പർട്ടി ഓഫ് ഡിറ്റർമിനന്റ്. പ്രോപ്പർട്ടി ഓഫ് ഡിറ്റർമിനന്റ്. ഓക്കെ, ഏഴാമത്തെ പ്രോബ്ലത്തിലെ ഡൗട്ട് മാറിയോ? ഏഴാമത്തെ പ്രോബ്ലത്തിലെ ഡൗട്ട് മാറിയോ? ഓക്കെ, ഇനി ആരെങ്കിലും എഴുതിയെടുക്കാനുണ്ടോ? എഴുതി കഴിയുമ്പോൾ പറയണം. എഴുതി. ഓക്കെ, അപ്പോ ഏഴാമത്തെ ചോദ്യം സമൃദ്ധയല്ലായിരുന്നു വായിച്ചേ? അതെ സർ. പനയന്നാർകാവിൽ ആരാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു നിർത്തിയത്? ധനുഷ്. ധനുഷ് കഴിഞ്ഞാൽ അടുത്തത് ആരാണ്? ആരാ? അമൃതയാണോ? അപ്പൊ അമൃത എട്ടാമത്തെ ചോദ്യം വായിച്ചാട്ടെ. If either vector A is equal to 0 or vector B is equal to 0, then vector A cross vector B is equal to 0. Is the converse true? Justify your answer with an example. Converse അല്ല, കോൺവേഴ്സ്. എന്താണ്? Converse. അപ്പൊ എന്താണ് അമൃത വായിച്ചതിന് അർത്ഥം ഒന്ന് പറയാമോ?
വെക്ടർ എ ഇസ് ഇക്വൽ ടു 0 അല്ലെങ്കിൽ വെക്ടർ ബി ഇസ് ഇക്വൽ ടു 0 ആണെങ്കിൽ വെക്ടർ എ ക്രോസ് വെക്ടർ ബി 0 ആയിരിക്കും. ഇത് കറക്റ്റ് ആണോ? അല്ല, വെക്ടർ എ 0 അല്ലെങ്കിൽ വെക്ടർ ബി 0, അതായത് 0 വെക്ടർ. അങ്ങനാണെങ്കിൽ ഇവരുടെ ക്രോസ് പ്രോഡക്റ്റ് ആയ വെക്ടർ എ ക്രോസ് വെക്ടർ ബി എന്തായിരിക്കും? 0. ഓക്കെ, നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്, ആണല്ലോ? ആണോ? ആണ് സർ. അപ്പം നമ്മളോടുള്ള തിരിച്ചുള്ള ചോദ്യം, ഇതിന്റെ കോൺവേഴ്സ് ട്രൂ ആണോ എന്ന്. ഇതാണ് ഈ കോൺവേഴ്സ് എന്ന് വെച്ചാൽ. കോൺവേഴ്സ് അങ്ങനെ വാക്ക് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നോ? കോൺവേഴ്സ് എന്ന്. ഹലോ, കോൺവേഴ്സ് എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ഇല്ല, കേട്ടിട്ട് പോലും ഇല്ല. അയ്യോ, ഒന്നുകിൽ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല. എന്തേലും മറുപടി പറയൂ. അറിയത്തില്ല സർ. കോൺവേഴ്സ് മീൻസ് തിരിച്ചുള്ള അർത്ഥം എന്നാണ്. എന്താണ് തിരിച്ചുള്ള അർത്ഥം? എന്ന് പറഞ്ഞാൽ വെക്ടർ എ ക്രോസ് വെക്ടർ ബി 0 ആയാൽ ഒന്നുകിൽ വെക്ടർ എ 0 ആയിരിക്കും അല്ലെങ്കിൽ വെക്ടർ ബി 0 ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ചോദ്യം ക്ലിയർ ആയോ? ചോദ്യം ക്ലിയർ ആയോ? വെക്ടർ എയോ വെക്ടർ ബിയോ 0 ആകുമ്പോൾ അതിന്റെ ക്രോസ് പ്രോഡക്റ്റ് ഓൾറെഡി എന്താകും? 0 ആകും. അപ്പൊ എന്തോ അവരുടെ അടുത്ത ചോദ്യം, എന്നാൽ രണ്ട് വെക്ടറുകളുടെ ക്രോസ് പ്രോഡക്റ്റ് എടുത്തപ്പോൾ 0 കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ വെക്ടർ എ 0 ആയിരിക്കും അല്ലെങ്കിൽ വെക്ടർ ബി 0 ആയിരിക്കും എന്ന് പറയാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ക്ലിയർ ആയോ? ഓക്കെ. അമൃത എങ്ങനെ ചെയ്തായിരുന്നോ? ഇല്ല സർ. ഇല്ല. അപ്പം ഞാൻ ഒരു 2 വെക്ടർ നിങ്ങൾക്ക് തരാം. അപ്പം നിങ്ങൾ എഴുതിക്കോളൂ. വെക്ടർ എ ഈക്വൽ 2i ക്യാപ്പ് മൈനസ് 3j ക്യാപ്പ് മൈനസ് 4k ക്യാപ്പ്. എഴുതി എല്ലാവരും? ഓക്കെ. അടുത്തത് വെക്ടർ ബി ഈക്വൽ മൈനസ് 2i ക്യാപ്പ് പ്ലസ് 3j ക്യാപ്പ് പ്ലസ് 4k ക്യാപ്പ്. ഓക്കെ, 2 വെക്ടർ എഴുതി മനസ്സിലായോ? ഓക്കെ. അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്തുമായിരിക്കും ചെയ്യാൻ പോകുന്നത്? ഇതിന്റെ ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം. വെക്ടർ എ ക്രോസ് വെക്ടർ ബി കണ്ടുപിടിക്കണം. പറഞ്ഞാട്ടെ, ഡിറ്റർമിനന്റ് ഐ ക്യാപ്പ് ജെ ക്യാപ്പ് കെ ക്യാപ്പ്. പറവുള്ളാരെ? 2 -3 -4 -2 3 4. ഓക്കെ, ഇതാണ് വെക്ടർ എ ക്രോസ് വെക്ടർ ബി എന്ന് പറയുന്നത്. നിങ്ങൾ ഇതിന്റെ ആൻസർ കണ്ടുപിടിച്ച് എന്നോട് പറയണം എന്താണ് ഇതിന്റെ ഉത്തരം എന്നുള്ള കാര്യം. ആൻസർ ഷീറ്റ് മാത്രമേ എന്നിട്ട് ഫോൺ അകത്ത് കൊടുത്തേ. ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിച്ചോ നിങ്ങൾ? അപ്പൊ എന്ത് കിട്ടിയ ഉത്തരം? 0i ക്യാപ്പ് മൈനസ് 0j ക്യാപ്പ് പ്ലസ് 0k എന്ന് പറഞ്ഞാൽ വെക്ടർ 0 എന്നല്ലേ അർത്ഥം? എല്ലാവർക്കും ഉത്തരം വെക്ടർ 0 എന്നാണോ കിട്ടിയത്? ഓക്കെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ.
നിങ്ങൾ എടുത്ത വെക്ടർ എ സീറോ വെക്ടർ ആണോ? വെക്ടർ എ സീറോ വെക്ടർ ആണോ? അല്ല സാർ. അല്ല. വെക്ടർ ബി സീറോ ആണോ? അല്ല. അല്ല. എന്നിട്ടും ക്രോസ് പ്രോഡക്റ്റ് എടുത്തപ്പോൾ ഉത്തരം എന്ത് കിട്ടി? സീറോ. അപ്പൊ നമുക്ക് ഇതിന്റെ കോൺവേഴ്സ് ശരിയാന്ന് പറയാൻ പറ്റുമോ? അതായത് രണ്ട് വെക്ടറിന്റെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഉത്തരം സീറോ വന്നാൽ അതിലേതെങ്കിലും ഒരു വെക്ടർ സീറോ വെക്ടർ ആയിരിക്കും എന്ന് നമുക്ക് തിരിച്ചു പറയാൻ പറ്റുമോ? ഇല്ല സർ. അപ്പൊ എഴുതുക. ഇഫ് എയ്തർ വെക്ടർ എ ഈക്വൽ സീറോ, if either vector A equals 0, എഴുതിയോ? or vector B equals 0, then vector A cross vector B equal 0 vector. Okay. Yes. അടുത്ത വരിയിൽ but the converse need not be true. The converse need not be true. പക്ഷെ ഇതിന്റെ കോൺവേഴ്സ് എന്താകണമെന്നില്ല. കോൺവേഴ്സ് എന്താകണമെന്നില്ല. ശരിയാകണമെന്ന് ഇല്ല. പിടി കിട്ടിയോ? ഓക്കെ, ശരി. അപ്പൊ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിലും ഡൗട്ട് ഇല്ലെങ്കിലും പറയണം. എന്നിട്ട് വേണം നമുക്ക് അടുത്ത കണക്കിലേക്ക് പോകാം. സാർ അവസാനം പറഞ്ഞ സെന്റൻസ് ഒന്നുകൂടെ പറയാം. ഇഫ് വെക്ടർ എ ഈക്വൽ സീറോ വെക്ടർ or vector B equals 0 vector, then vector A cross vector B equals 0 vector. നമ്മുടെ ചോദ്യത്തിലെ ആദ്യത്തെ സെന്റൻസ് കിട്ടിയോ? ഓക്കെ സർ. എന്നിട്ട് അടുത്ത വരിയിൽ but the converse need not be true. But the converse need not be true. കിട്ടിയോ? ഓക്കെ. വായിച്ചു നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിലും പറയണം, ഡൗട്ട് ഇല്ലെങ്കിലും പറയണം. ഡൗട്ടില്ല സർ. ഡൗട്ടില്ല സർ. ഡൗട്ടില്ല സർ. ഡൗട്ടില്ല സർ. ഡൗട്ടില്ല സർ. ഡൗട്ടില്ല സർ. ഓക്കെ. അപ്പൊ അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ്. അപ്പൊ ഇപ്പോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആരായിരുന്നു വായിച്ചത്? അമൃത. മുള്ളിക്കുളങ്ങരയിൽ ആരായിരുന്നു ലാസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചേ? സമൃദ്ധ കഴിഞ്ഞാൽ അടുത്ത നമ്പർ ആരുടേതാണ്? ആര്യ ദീപുവാണോ? 9ാമത്തെ ചോദ്യം വായിച്ചാട്ടെ. Find the area of the triangle with the vertices A112, B235 and C155. എന്താണ് ആര്യ ചോദ്യത്തിന്റെ അർത്ഥം? ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ. ഒരു ട്രയാങ്കിളിന്റെ 3 വെർട്ടീസസിന്റെ കോഓർഡിനേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ആ ട്രയാങ്കിളിന്റെ ഏരിയ എന്ത് ചെയ്യണം? ആര്യ ചെയ്തായിരുന്നോ? ഓക്കെ. അപ്പൊ ആദ്യം നമ്മൾ റഫ് ആയിട്ടൊരു ട്രയാങ്കിൾ വരച്ചു അല്ലേ? ട്രയാങ്കിളിന് ABC എന്ന് പേര് കൊടുത്തു, അതിന്റെ കോർഡിനേറ്റ് അവിടെ എഴുതി. നമ്മുടെ വെക്ടർ ഓൾജിബ്ര അനുസരിച്ച് ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ അതായത് 2 അഡ്ജസന്റ് ആയ വെക്ടറുകൾ വേണം. അതിന്റെ 2 സൈഡുകളെ റെപ്രസെന്റ് ചെയ്യുന്ന
രണ്ട് അഡ്ജസൻറ്റ് സൈഡുകളെ റെപ്രസെന്റ് ചെയ്യുന്ന രണ്ട് വെക്ടറുകൾ നമുക്ക് വേണം. വേണ്ടായോ? അപ്പം നമ്മൾ ആദ്യം എയുടെ പോയിന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ എയുടെ കോർഡിനേറ്റ് ഉപയോഗിച്ചുകൊണ്ട് എയുടെ പൊസിഷൻ വെക്ടറായ വെക്ടർ ഒ എഴുതിയായിരുന്നോ? അതെന്തോ വന്നു? 1i plus 1i cap plus 1i cap plus 1j cap plus 2k cap. ഓക്കെ. ഇനി ബിയുടെ കോർഡിനേറ്റ് ഉപയോഗിച്ചുകൊണ്ട് ബിയുടെ പൊസിഷൻ വെക്ടറായ വെക്ടർ ഒ ബി എഴുതി. അതെന്തോ വന്നു? 2i cap plus 3j cap plus 5k cap. ഓക്കെ, കിട്ടി. അടുത്തത് സിയുടെ കമ്പോണന്റുകൾ സിയുടെ കോർഡിനേറ്റ് ഉപയോഗിച്ചുകൊണ്ട് സിയുടെ പൊസിഷൻ വെക്ടറായ വെക്ടർ ഒ സി എഴുതി. അതെന്ത് വന്നു? 1i cap plus 5j cap plus 5k cap. ഓക്കെ. ഇനി അടുത്തത് ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും രണ്ട് അഡ്ജസന്റ് ആയ സൈഡുകൾ എടുക്കണം. ഏതൊക്കെ സൈഡുകളാണ് എടുത്തത്? വെക്ടർ എ ബിയും വെക്ടർ bc. വെക്ടർ ബി സി. ഓക്കെ. അപ്പൊ വെക്ടർ എ ബി എങ്ങനെ കണ്ടുപിടിച്ചേ? ഐയുടെ കോർഡിനേറ്റ്സ് അല്ല, ഇക്വേഷൻ ഉണ്ട്. വെക്ടർ എ ബി കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. വെക്ടർ എ ബി ഈക്വൽ വെക്ടർ ഒ ബി മൈനസ് വെക്ടർ ഒ എ. ഇങ്ങനെ കണ്ടുപിടിച്ചേ. ഇങ്ങനെ ചെയ്തപ്പോൾ വെക്ടർ എ ബി എന്ത് കിട്ടി? 1i cap plus 2j cap plus 3k cap. 1i cap plus 2j cap plus 3k cap. ഓക്കെ. അടുത്തത് പിന്നെന്ത് കണ്ടുപിടിച്ചു? bc. വെക്ടർ ബി സി. അതെങ്ങനെ കണ്ടുപിടിച്ചേ? വെക്ടർ OC മൈനസ് വെക്ടർ o. ഓക്കെ. അപ്പോൾ അതിന്റെ ആൻസർ വായിച്ചേ. മൈനസ് 1i cap plus 2j cap plus 0k cap. ഓക്കെ. ഇനി അടുത്ത എന്ത് ചെയ്തു? ഇക്വേഷൻ ഏരിയ ഇവരുടെ രണ്ടുപേരുടെയും കൂടിയിട്ടുള്ള ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിച്ചില്ലയോ? അപ്പൊ അതിന്റെ ക്രോസ് പ്രോഡക്റ്റ് വായിച്ചാട്ടെ. മൈനസ് 6i cap മൈനസ് 3j cap പ്ലസ് 4k cap. ഓക്കെ. പിന്നെ ആ കണ്ടുപിടിച്ച ക്രോസ് പ്രോഡക്റ്റിന്റെ മോഡുലസ് കണ്ടുപിടിച്ചു. അതെന്ത് വന്നു? √61 എന്ന് വന്നു. ഇനി ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഹാഫ് മോഡുലസ് വെക്ടർ എ ബി ക്രോസ് വെക്ടർ ബി വെക്ടർ എ സി അല്ലെങ്കിൽ വെക്ടർ ബി സി ഈക്വൽ √61/2 സെന്റിമീറ്റർ. √61/2 സെന്റിമീറ്റർ. സെന്റിമീറ്റർ എന്ന് എഴുതണ്ട, യൂണിറ്റ് സ്ക്വയർ എന്ന് എഴുതിയാൽ മതി. എന്തെന്ന് എഴുതിയാൽ മതി? യൂണിറ്റ് സ്ക്വയർ. 9ാമത്തെ പ്രോബ്ലത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആരോ ഉണ്ടെന്ന് പറഞ്ഞോളൂ, എനിക്കൊരു തോന്നൽ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ 9ാമത്തെ പ്രോബ്ലത്തിൽ? ഇല്ല. ഓക്കെ. അപ്പോൾ പനയന്നാർകാവിൽ ആരാണ് ലാസ്റ്റിൽ ഇപ്പൊ ക്വസ്റ്റ്യൻ വായിച്ച് ചേർത്തിയേക്കുന്നത്? അമൃത കഴിഞ്ഞാൽ അടുത്ത നമ്പർ ആരുടേതാണ്? അമൃത കഴിഞ്ഞാൽ അടുത്ത നമ്പർ ആരുടേതാണ്? എനിക്കില്ല. പവിത്ര 6 ഇടയ്ക്ക് എവിടെയോ കണ്ടതുപോലെ ഞാൻ ഓർക്കുന്നു. പവിത്ര 6 ഉണ്ടോ? ഇല്ല. പവിത്ര കഴിഞ്ഞാൽ അടുത്ത നമ്പർ ആരുടേതാണ്? മനു ഇല്ല. 13 ചുരുക്കി പറഞ്ഞ ആരുമില്ല. 14 അഞ്ജനയാണോ? ആണ് സാർ. ഓക്കെ. അഞ്ജനെ 10ാമത്തെ ചോദ്യം വായിച്ചാട്ടെ. Find the area of the parallelogram whose adjacent sides are determined by the vector A is equal to I cap minus j cap plus 3k cap and vector B is equal to 2i cap minus 7k cap plus 7j cap plus k cap. എന്തോ അഞ്ജന ചോദ്യത്തിന്റെ അർത്ഥം? പാരലോഗ്രാമിന്റെ ഏരിയ കണ്ടുപിടിക്കുക, അതിന്റെ അഡ്ജസന്റ് സൈഡ്സിന്റെ വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. ഓക്കേ, ശരി. അപ്പോൾ പാരലോഗ്രത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തുവാ? മോഡുലസ് ഓഫ് വെക്ടർ എ ക്രോസ് വെക്ടർ ബി. ഓക്കേ, അപ്പോൾ നമ്മൾ ആദ്യം വെക്ടർ എ ക്രോസ് വെക്ടർ ബി കണ്ടുപിടിച്ചു. അതെന്താ കിട്ടിയ ആൻസർ? 20i cap plus 5j cap minus 5k cap. ഓക്കേ, ശരി. അടുത്തത് പിന്നെ എന്ത് കണ്ടുപിടിച്ചു? മോഡുലസ് കണ്ടുപിടിച്ചു. അതിന്റെ മോഡുലസ് കണ്ടുപിടിച്ചു. അത് എത്ര കിട്ടി? റൂട്ട് ഓഫ് 450. റൂട്ട് ഓഫ് 450. ഒന്നുകിൽ അത് അങ്ങനെ എഴുതി വെക്കാം, അല്ല പിന്നെ അതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. അത് എത്ര കിട്ടി? 50 × √2 15 √2 എന്ന് വരും.
അഞ്ജന വായിച്ച 10ാമത്തെ പ്രോബ്ലത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല സർ. ഇല്ല. മുള്ളിക്കുളങ്ങരയിൽ ആര്യ കഴിഞ്ഞാൽ അടുത്ത നമ്പർ എനിക്ക് തോന്നുന്നു നന്ദനയുടെയാണ്. നന്ദനയുണ്ടോ? നന്ദനയ്ക്ക് നെറ്റിൻ്റെ പ്രശ്നമുണ്ട്. നന്ദന ആര്യയുടെ കൂടെ നിന്നാണോ ക്ലാസ് കാണുന്നേ? അല്ല സർ, വന്നില്ല. ഓക്കെ, ശരി. അടുത്ത ആരുടെ നമ്പരാ? സാർ അഖിൽ. അഖിലെ 11ാമത്തെ ചോദ്യം ചെയ്തായിരുന്നോ? ചെയ്തു സാർ. വായിച്ചാട്ടെ ചോദ്യം. Let the vectors a and b be such that modulus of vector a equal to 3, modulus of vector b equal to root 2 by 3, then vector a cross vector b is a unit vector if the angle between the vector a and vector b is. 4 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എന്താ ജോലി പറഞ്ഞേക്കുന്നത്? നമുക്ക് 2 വെക്ടറുകൾ, വെക്ടർ എയും വെക്ടർ ബിയും. എന്തോ കണ്ടീഷൻ പറഞ്ഞേക്കുന്നത്? മോഡുലസ് ഓഫ് വെക്ടർ എ എന്ന് പറയുന്നത് 3 ആണ്. മോഡുലസ് ഓഫ് വെക്ടർ ബി equal to root 2 by 3. പിന്നെ ഒരു കണ്ടീഷൻ പറഞ്ഞേക്കുന്നത് വെക്ടർ എ ക്രോസ് വെക്ടർ ബി എന്ത് വെക്ടറാണ്? യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് വെക്ടർ ആണ്. അങ്ങനെ ആണെങ്കിൽ നമ്മൾ വെക്ടർ എയ്ക്കും വെക്ടർ ബിക്കും ഇടയ്ക്ക് ഉണ്ടാകുന്ന ആംഗിൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഓക്കെ, ശരി. അപ്പൊ ആദ്യം ആ പ്രോബ്ലത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ആ പ്രോബ്ലത്തിൽ ഡൗട്ട് ഉണ്ടോ? എൻ്റെ പിള്ളേരെ ഞാൻ നിങ്ങളോടാ ചോദിക്കുന്നത്, ഡൗട്ട് ഉണ്ടോ? ഒന്നെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ ഇല്ല. ഇല്ല. അപ്പം ആൻസർ വായിച്ചാട്ട് അഖിലെ എങ്ങനെ ചെയ്തേക്കുന്നത്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വായിച്ചോ. വെക്ടർ എ മോഡുലസ് ഓഫ് വെക്ടർ എ ഈക്വൽ ടു 3 എന്നും മോഡുലസ് ഓഫ് വെക്ടർ ബി ഈക്വൽ ടു റൂട്ട് 3 എന്നും എഴുതി. വെക്ടർ എ ക്രോസ് വെക്ടർ ബി എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടർ. അതുപോലെ തന്നെ മോഡുലസ് ഓഫ് വെക്ടർ എ ക്രോസ് വെക്ടർ ബി എന്ന് പറയുന്നത് 1 ആണ്. കാരണം യൂണിറ്റ് വെക്ടർ ആകുമ്പോൾ അതിന്റെ മോഡുലസ് എടുത്താൽ ഉത്തരം 1 എന്ന് കിട്ടും. അടുത്തത് പിന്നെ വെക്ടർ മോഡുലസ് ഓഫ് വെക്ടർ എ ഡോട്ട് വെക്ടർ മോഡുലസ് ഓഫ് വെക്ടർ എ ക്രോസ് വെക്ടർ ബി എന്ന് പറഞ്ഞാൽ 1 ആണ്. അല്ലത് 1 ആണ്. ഓക്കെ, അടുത്തത് മോഡുലസ് ഓഫ് വെക്ടർ എ ക്രോസ് വെക്ടർ ബിയുടെ വില എത്രയാണ്? 1. കാരണം യൂണിറ്റ് വെക്ടർ ആണ് ക്വസ്റ്റിന് പറയുന്നുണ്ട്. ഇനി വെക്ടർ എ ക്രോസ് വെക്ടർ ബിക്ക് നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? എന്തോ ഇക്വേഷൻ? ഡിറ്റർമിനന്റ്. അല്ലല്ല, അത് നമ്മൾ കണ്ടുപിടിക്കുന്ന കമ്പോണന്റ് ഫോമിൽ എടുത്ത് കണ്ടുപിടിക്കുക. അല്ലാതെ ഇതിന്റെ ഡെഫിനിഷൻ പഠിച്ചപ്പോൾ ആദ്യം പഠിച്ചിട്ടുണ്ട് എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ്. മോഡുലസ് ഓഫ് വെക്ടർ എ അപ്പൊ ഇതിന് പകരം നമുക്ക് മോഡുലസ് ഓഫ് വെക്ടർ എ ഇൻറ്റു മോഡുലസ് ഓഫ് വെക്ടർ ബി ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു എൻ ഗ്യാപ്പ്. എൻ ഗ്യാപ്പ് യൂണിറ്റ് വെക്ടർ ആണ്, എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. സൈൻ തീറ്റ ഈക്വൽ 1 എന്ന് എഴുതാമല്ലോ. ഇനി അഖില ഇവരുടെ എല്ലാം വില ക്വസ്റ്റ്യന് തന്നിട്ടില്ലേ? ഉണ്ടോ? തന്നിട്ടുണ്ടോ? അഖില് പോയോ? അഖിലേ, ഓക്കെ, ശരി. മുള്ളിക്കുളങ്ങരയിലെ അടുത്ത നമ്പർ, സോറി പനയന്നാർകാവിലെ അടുത്ത നമ്പർ ആരുടേതാ? അഞ്ജന കഴിഞ്ഞാൽ നരേന്ദ്രനില്ല. 15. 16 റിജേഷ് ഉണ്ടോ? ഉണ്ട് സാർ. റിജേഷ് മോഡുലസ് ഓഫ് വെക്ടർ എ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ടല്ലോ. എത്ര? 3 ഇൻറ്റു മോഡുലസ് ഓഫ് വെക്ടർ ബിയോ റൂട്ട് 2 by 3. റൂട്ട് 2 by 3 ഇൻറ്റു സൈൻ തീറ്റ ഈക്വൽ 1. ശരിയാണോ? 3യും 3യും കട്ടായി പോയി. അപ്പൊ റൂട്ട് 2 സൈൻ തീറ്റ ഈക്വൽ 1 എന്ന് വരും. അപ്പോൾ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു അപ്പോ ഇൻവേഴ്സ് ട്രിഗണോമെട്രി അപ്ലൈ ചെയ്താൽ സൈനിന്റെ ഏതോ ഒരു ആംഗിളിന്റെ വില 1/√2 ആണ്. അപ്പൊ തീറ്റയുടെ വില സൈൻ ഇൻവേഴ്സ് ഓഫ് 1/√2. ഉത്തരം 5/4. അപ്പൊ ഏതാ നമ്മുടെ ആൻസർ? കറക്റ്റ് ഓപ്ഷൻ എഴുതുമ്പോ ഓപ്ഷൻ ബി. ഓക്കെ, അടുത്തത് മുള്ളിക്കുളങ്ങരയിൽ
പനയന്നാർകാവിലെ ലാസ്റ്റ് നമ്പർ രേവതി അല്ലേ? രേവതി ക്ലാസ്സിലുണ്ടോ? ഇല്ല. അപ്പോൾ വീണ്ടും പനയന്നാർകാവിലെ ക്ലാസ് നമ്പർ 1 അമാൻ ഉണ്ടോ ക്ലാസ്സിൽ? ഇല്ല. ഉണ്ട്. അമാനെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 12ാമത്തെ ചോദ്യം. Area of a rectangle having vertices A, B, C and D with the position vectors minus I cap plus half J cap plus 4 K cap, I cap plus half J cap plus 4 K cap and minus I cap minus half J cap plus 4 K cap. സംഗതി അവരൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് എങ്കിലും നമുക്ക് ചെയ്ത് നോക്കാതെ ഉത്തരം എഴുതാൻ പറ്റില്ല. എന്തോ അമ്മാനെ ചോദ്യം പറഞ്ഞേക്കുന്നേ? Area of a rectangle area. ഏരിയ ഓഫ് എ റെക്റ്റാങ്കിളിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. ആ റെക്റ്റാങ്കിളിന്റെ വെർട്ടീസസ് ആരൊക്കെയാണ്? A, B, C and D. B, C, D. ഇവരുടെ എല്ലാം പൊസിഷൻ വെക്ടർ എവിടെ തന്നിട്ടുണ്ട്? തന്നിട്ടുണ്ട്. അല്ല, നമ്മൾ ഈ പാഠത്തിൽ റെക്റ്റാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പഠിച്ചോ? ഈ പാഠത്തിലെ റെക്റ്റാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ എവിടെയും പഠിച്ചായിരുന്നോ? ഇല്ല. ഇല്ല. നമ്മൾ പഠിച്ചത് എന്തിന്റെ കാര്യമാ? ട്രയാങ്കിളും പാരലലോഗ്രാമും. അപ്പൊ പിന്നെ നമ്മൾ റെക്റ്റാങ്കിളിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? വേണ്ട. റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ഒരു പാരലോഗ്രാം. റെക്റ്റാങ്കിൾ ആരാണ്? പാരലോഗ്രത്തിനുള്ള എല്ലാ പ്രത്യേകതയും ആർക്കും ഉണ്ട്, റെക്റ്റാങ്കിളിനും ഉണ്ട്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ആ ഫോർമുല വെച്ച് കണ്ടുപിടിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് റെക്റ്റാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത്. റെക്റ്റാങ്കിളിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. നോക്കിക്കേ, ഈ പടത്തിൽ നോക്കിയാൽ എ ബിയെ നമുക്ക് ലെങ്ത് ആയിട്ടും എ ഡിയെ നമുക്ക് എന്തായിട്ടും എടുക്കാം? ബ്രെഡ്ത്ത് ആയിട്ടും എടുക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എയുടെ പൊസിഷൻ വെക്ടറും ഉണ്ട്, ബിയുടെ പൊസിഷൻ വെക്ടറും ഉണ്ട്. അപ്പൊ എന്ത് കണ്ടുപിടിക്കണം? ആദ്യമേ എന്ത്? വെക്ടർ എ ബി കണ്ടുപിടിക്കണം. അപ്പൊ വെക്ടർ എ ബി ചെയ്തവരാരെങ്കിലും ഉണ്ടോ? വെക്ടർ എ ബി ചെയ്തവരാരെങ്കിലും ഉണ്ടോ? ഹലോ, 12ാമത്തെ പ്രോബ്ലം ചെയ്തവരുണ്ടോ? അനക്കില്ല. ചെയ്തെന്നോ ഇല്ലെന്നോ? ഇല്ല. അപ്പൊ ആദ്യം എഴുതുക. ആദ്യം പടം ഒന്ന് റഫായിട്ട് വരച്ചിട്ടേ. വരച്ചോ? എന്നിട്ട് എഴുതുക പൊസിഷൻ വെക്ടർ ഓഫ് ക്യാപിറ്റൽ എ. പൊസിഷൻ വെക്ടർ ഓഫ് ക്യാപിറ്റൽ എ. ഓക്കെ, അത് നമുക്ക് എന്തെഴുതാം? വെക്ടർ ഒ എ. ഇത് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. എത്രയാണെന്ന് പറഞ്ഞാട്ടെ. മൈനസ് ഐ ക്യാപ്പ് പറ പിള്ളേരെ. പ്ലസ് 1/2 ജെ ക്യാപ്പ്. പ്ലസ് 1/2 ജെ ക്യാപ്പ്. പ്ലസ് 4 കെ ക്യാപ്പ്. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് പറഞ്ഞാട്ടെ. പൊസിഷൻ വെക്ടർ. പൊസിഷൻ വെക്ടർ ഓഫ് പൊസിഷൻ വെക്ടർ ഓഫ് അനക്കില്ല. ബി ഈക്വൽ OB ഈക്വൽ വെക്ടർ OB ഈക്വൽ I cap plus half J cap plus 4K cap plus 4K cap. ഓക്കെ, അടുത്തത് പൊസിഷൻ വെക്ടർ OC ഈക്വൽ വെക്ടർ OC ഈക്വൽ I cap minus half J cap plus 4K cap. ഓക്കെ, അടുത്തത് D. പൊസിഷൻ വെക്ടർ ഓഫ് D ഈക്വൽ minus I cap. അല്ലല്ല, പൊസിഷൻ വെക്ടർ ഓഫ് D ഈക്വൽ വെക്ടർ
വെക്ടർ OD ആ വെക്ടർ OD ഈക്വൽ minus I cap A ആ മൈനസ് ഐ ക്യാപ്പ് എ. minus half J cap A plus 4 K cap. ഓക്കെ ശരി. ആ ഈ 4 സ്റ്റെപ്പുകൾ ആരെങ്കിലും ഇനി എഴുതാനുണ്ടോ? എനക്കുമില്ല. ഈ 4 ഇല്ല. ഇല്ല. അപ്പൊ ഇനി നമ്മൾ ലെങ്ത് ആയ അല്ലെങ്കിൽ അതിന്റെ അഡ്ജസന്റ് സൈഡുകളിലെ ഒരു സൈഡായ എന്ത് കണ്ടുപിടിക്കാൻ പോവാ? ആ വെക്ടർ എ ബി കണ്ടുപിടിക്കാൻ പോവാം. വെക്ടർ എ ബി എങ്ങനെ കണ്ടുപിടിക്കും? വെക്ടർ OB മൈനസ് വെക്ടർ വെക്ടർ OB മൈനസ് വെക്ടർ OA. നിങ്ങളുടെ കൈവശം OBയും ഉണ്ട് OAയും ഉണ്ട്. ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്തിട്ട് അതിന്റെ ഉത്തരം ഒന്ന് പറഞ്ഞാട്ടെ. ശരി. ആ എന്താ കിട്ടിയ ആൻസർ? വെക്ടർ എ ബി എന്ത് കിട്ടി ആൻസർ? മൈനസ് 2 ക്യാപ്പ്. 2 I cap. 2 ഐ ക്യാപ്പ് എന്നല്ലേ ഉത്തരം വരത്തുള്ളൂ? ആണ് സർ. കൃഷ്ണപ്രിയെ 2 ഐ ക്യാപ്പ് എന്നല്ലേ ഉത്തരം വരത്തുള്ളൂ? ആ സർ. ഓക്കെ. ആ ഇനി അടുത്ത നമ്മൾ ഏത് സൈഡ് കണ്ടുപിടിക്കണം? AD AD എഴുതുക. വെക്ടർ AD ഈക്വൽ ഈക്വൽ ആരും മിണ്ടുന്നില്ല. വെക്ടർ OD മൈനസ് വെക്ടർ OA. വെക്ടർ OD മൈനസ് വെക്ടർ OA എഴുതിയാട്ടെ. ഇത് രണ്ടിന്റെയും വില നമ്മുടെ കൈവശം ഉണ്ട്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്ത് ആൻസർ വരുമെന്ന് പറയുക.
ആൻസർ കിട്ടിയോ? അനക്കില്ല. ഹലോ, കിട്ടി സാർ. ആ, എന്തോ കിട്ടിയ ആൻസർ? മൈനസ് ജെ ക്യാപ്പ്. മൈനസ് ക്യാപ്പ്. മൈനസ് ജെ ക്യാപ്പ് ആണോ? മൈനസ് ജെ ക്യാപ്പ് എന്നാണ് ഉത്തരം കിട്ടിയത്. ആണ് സാർ. ആ, ഇനിയും ഇവരുടെ രണ്ടുപേരുടെയും മോഡുലസ് കൂടെ കണ്ടുപിടിക്കണം. ഇതൊരു കണ്ടുപിടിക്കണം. മോഡുലസ്. ആ, മോഡുലസ് ഓഫ് വെക്ടർ എ ബി എന്ത് വരും? മോഡുലസ് ഓഫ് വെക്ടർ എ ബി എന്ത് വരും? ഇവിടെ ഐയും ജെയും കെയും ഒക്കെ ഉണ്ട്. നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കുന്നേ? ആ, റൂട്ട് ഓഫ് 2 സ്ക്വയർ. 2 സ്ക്വയർ ഈക്വൽ റൂട്ട് 4. റൂട്ട് 4 എത്ര? 2. ആ, അടുത്തത് മോഡുലസ് ഓഫ് വെക്ടർ എ ഡി. Root of -1 the whole square. റൂട്ട് ഓഫ് -1 the whole square ഈക്വൽ റൂട്ട് ഓഫ് -1 സ്ക്വയർ 1. ആൻസർ 1. അപ്പൊ ലെങ്തും ബ്രെഡ്ത്തും നമുക്ക് കിട്ടിയില്ലേ? കിട്ടിയില്ലേ? എഴുതുക. ഏരിയ ഓഫ് റെക്ടാംഗിൾ എ ബി സി ഡി ഈക്വൽ ഏരിയ ഓഫ് റെക്ടാംഗിൾ എ ബി സി ഡി ഈക്വൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എ ബി ഇൻറ്റു അല്ലെങ്കിൽ മോഡുലസ് ഓഫ് എ ബി ഇൻറ്റു പറയുള്ളവരെ ശരിയാ? Modulus of AD. മോഡുലസ് ഓഫ് എ ബി എത്ര? 2 ഇൻറ്റു മോഡുലസ് ഓഫ് എ ഡി 1. സോ ദി ആൻസർ ഈസ് 2. ഇങ്ങനെ ഒരു ആൻസർ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനകത്തുണ്ടോ? ഉണ്ട് സാർ. ഏതാ? ഓപ്ഷൻ സി. ഓപ്ഷൻ സി. അപ്പൊ അങ്ങനെ ഹോംവർക്ക് തന്ന 12 കണക്കും വെരിഫൈ ചെയ്തല്ലോ. വെരിഫൈ ചെയ്തോ? ചെയ്തു സാർ. ഓക്കെ. ആർക്കെങ്കിലും ഏതെങ്കിലും പ്രോബ്ലത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതിന് വനക്കമില്ല. ഞാൻ റെക്കോർഡിംഗ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തോട്ടെ.